ഹായ് ഫ്രണ്ട്സ്, നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റാണ് ഈ വരുന്ന ഫെബ്രുവരി 1 അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ ബജറ്റ് ഒരു ഇടക്കാല ബഡ്ജറ്റാകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാകും പുതിയ വരുന്ന സർക്കാർ യഥാർത്ഥത്തിലുള്ള സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. അപ്പോൾ ബജറ്റിൽ വരാൻ സാധ്യതയുള്ള പ്രഖ്യാപനങ്ങൾ തീർച്ചയായും ചില സെക്ടറുകളിൽ ഉണർവുകൾ സൃഷ്ടിച്ചേക്കാം. അപ്പോൾ അത്തരത്തിൽ സാധ്യതയുള്ള സെക്ടറുകളെക്കുറിച്ചും അവയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില സ്റ്റോക്കുകളെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇലക്ഷൻ വാതിൽപ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ബജറ്റ് തീർച്ചയായും ഒരു ജനപ്രിയ ബഡ്ജറ്റ് ആവാനാണ് സാധ്യത. റൂറൽ എക്കണോമിയിൽ വലിയ തോതിലുള്ള ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. കൂടാതെ ഇൻഫ്ലേഷൻ വല്ലാതെ സാധാരണ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കോമ്പൻസേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജനപ്രിയ ബജറ്റാകാനുള്ള സാധ്യതയാണ് പൊതുവേ നമുക്ക് ഒരു സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ആദ്യത്തെ സെക്ടർ അഗ്രികൾച്ചർ സെക്ടർ തന്നെയായിരിക്കും. കാരണം ഇന്ത്യയുടെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ മേഖലയാണ്. അപ്പോൾ ആ മേഖലയെ അവഗണിച്ചുകൊണ്ടൊരു ബഡ്ജറ്റ് ഒരിക്കലും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ സെക്ടറിൽ അങ്ങനെ ഒരു സ്കീമുകളൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ പല ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലും നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സെക്ടറിൽ പ്രൈവറ്റ് പബ്ലിക് സെക്ടറുകളിൽ കുറേ ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ നമുക്ക് കാണാമെങ്കിലും ഒരു ഫെയർലി വാല്യൂഡ് ആയതും അതേപോലെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ സാധ്യതയുള്ളതുമായ ഒരു സ്റ്റോക്കായിട്ട് തോന്നുന്നത് കോറോമാൻഡൽ ഇൻ്റർനാഷണൽ ആണ്. അപ്പോൾ ഇത് കൂടാതെ FACT, ചാമ്പൽ ഫെർട്ടിലൈസേഴ്സ്, GSFC, രാഷ്ട്രീയ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പാരദീപ് ഫോസ്ഫേറ്റ്, അതുപോലെ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയ പല കമ്പനികളുണ്ടെങ്കിലും ഈ കോറോമാൻഡൽ ഇൻ്റർനാഷണൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസൊക്കെ വളരെ സ്ട്രോങ് ആണ്. സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നെഗറ്റീവ് കാണിക്കാത്ത ഒരേ ഒരു സ്റ്റോക്ക് കോറോമാൻഡൽ ഇൻ്റർനാഷണൽ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ അതിൻ്റെ PE റേഷ്യോ 16.44 എന്ന് പറയുന്ന കുറച്ച് ഒരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു PE റേഷ്യോയിലാണ് നമുക്ക് ഈ സ്റ്റോക്ക് ലഭിക്കുന്നത്. അപ്പോൾ നല്ലൊരു വാല്യുവേഷനാണ്. അതുകൂടാതെ ROCയും ROE ഒക്കെ 38% ROC ഉള്ള ഒരു സ്റ്റോക്കാണ്. കൂടാതെ ROE 28.12% ഉള്ള ഒരു ശക്തമായ ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്കാണ് കോറോമാൻഡൽ ഇൻ്റർനാഷണൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല, അതായത് ഈ ബഡ്ജറ്റിൽ ഫോക്കസ് ചെയ്യാൻ സാധ്യത ഉള്ളത് റെയിൽവേ സെക്ടറാണ്. കാരണം ഈ ബഡ്ജറ്റിൻ്റെ കൂടെ തന്നെ റെയിൽവേ ബഡ്ജറ്റും അതിൻ്റെ കൂടെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ റെയിൽവേ ബഡ്ജറ്റിൽ ഒരു 20% ഒരു അലോക്കേഷൻ ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ റെയിൽവേ സെക്ടറിൻ്റെ ഭാവിയിൽ വരാൻ പോകുന്ന പല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളുടെ തുടർച്ച ഇനിയും ഉണ്ടാകും. അത് 5 വർഷം വരെ തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഏറ്റവും ബെസ്റ്റ് റെയിൽവേ സ്റ്റോക്ക് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റെയിൽവേ സ്റ്റോക്കുകളിലെ ഒരു 10 കമ്പനികളെക്കുറിച്ച് ഒരു പരസ്പരം താരതമ്യം ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. റെയിൽവേ സ്റ്റോക്കുകളിലെ റാലിയുടെ തുടക്കത്തിൽ, അതായത് ഓഗസ്റ്റ് 23 ആ വീഡിയോ ചെയ്തത്. അന്ന് PE റേഷ്യോ ഏറ്റവും കുറഞ്ഞ സ്റ്റോക്ക് IRFC ആയിരുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന ഈ 10 സ്റ്റോക്കുകളിൽ പലതും മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയപ്പോൾ 2x 3x മൾട്ടിപ്പിൾ PEയിലൊക്കെയാണ് വളരെയധികം ഓവർ വാല്യൂഡ് ആയിട്ടാണ് നമുക്ക് ഈ സ്റ്റോക്കുകൾ കാണാൻ കഴിയുക. എന്നാൽ കുറച്ചുകൂടി ഫെയർലി വാല്യൂഡ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ഇർക്കോൺ ഇൻ്റർനാഷണൽ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇർക്കോൺ യഥാർത്ഥത്തിൽ ഒരു 100% റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ കൈകാര്യം ചെയ്യുന്നൊരു കമ്പനി മാത്രമല്ല, കൂടാതെ അത് റോഡുകൾ, പാലങ്ങൾ പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ മറ്റ് പ്രൊജക്റ്റുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് ഇർക്കോൺ ഇൻ്റർനാഷണൽ. അപ്പോൾ ഇർക്കോൺ ഇൻ്റർനാഷണലിൻ്റെ നമ്മൾ സെയിൽസും പ്രോഫിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് വളർന്നു വരുന്നത് കാണാം. ഇപ്പോൾ ഹയ്യസ്റ്റ് എവർ സെയിൽസാണ് ഈ ഇർക്കോൺ ഇൻ്റർനാഷണൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ ഹയ്യസ്റ്റ് എവർ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 765 കോടിയുടെ ഒരു പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തി. കൂടാതെ 10,368 കോടിയുടെ സെയിൽസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് തീർച്ചയായും നമ്മൾ ഇനിയും അതിന് ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ട്, ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത പ്രധാനമായിട്ടുള്ള ഒരു സെക്ടർ അല്ലെങ്കിൽ സെക്ടറുകൾ എന്ന് പറയുകയാണെങ്കിൽ റൂറൽ അഥവാ നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ എക്കണോമി ശക്തിപ്പെടുത്തുക എന്നത് തീർച്ചയായും
ഇലക്ഷന് നേരിടുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റൈൽസ്, ഫുട്വെയർസ്, ജ്വല്ലറി പോലെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറുകൾ ധാരാളമുള്ള ഈ സെക്ടർ, അവിടെ നമുക്ക് സ്മോൾ സ്കെയിൽ മാനുഫാക്ചേഴ്സ് ധാരാളമായി കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇവയെ ശക്തിപ്പെടുത്താനുള്ള സ്കീമുകളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നത് താഴെക്കിടയിലുള്ള കമ്പനികളൊക്കെ ആണെങ്കിലും അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു വളർച്ചയെ ഇപ്പോൾ ലീഡിംഗ് ആയിട്ടുള്ള പല സ്റ്റോക്കുകൾക്കും അത് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്ന് ഇവിടെ ഇപ്പോൾ ടെക്സ്റ്റൈൽ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും റൈമണ്ട്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് പൊതുവേ നല്ല ഫണ്ടമെൻ്റലി കുഴപ്പമില്ലാത്ത നല്ല വാല്യുവേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു പല സ്റ്റോക്കുകളിലും കഴിഞ്ഞ അതിൻ്റെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും നെഗറ്റീവ് ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ റൈമണ്ട്സ് നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിരിക്കും. അതുകൂടാതെ ഫുട്വെയർ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് ആണ്. ഇപ്പോൾ മെട്രോ ബ്രാൻഡ്സ് ആയാലും ക്യാമ്പസ് ആക്റ്റീവ് വെയർ ആയാലും അതേപോലെ റിലാക്സോ ഫുട്വെയർ ആയാലും ഇതിൻ്റെയൊക്കെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ ഡീ ഗ്രോത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക. കഴിഞ്ഞ വർഷങ്ങളിൽ വളരെയധികം പിറകിലോട്ട് പോയിട്ടുള്ള സെക്ടറുകളാണ്. എന്നാൽ ഈ സെക്ടറിൽ ബാറ്റ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് മാർക്കറ്റ് ലീഡർ, അവർ കൃത്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റും അതുപോലെ തന്നെ സെയിൽസ് ഗ്രോത്തും നമുക്ക് അവരുടെ ചാർട്ടുകളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് ബാറ്റ ഇന്ത്യ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിരിക്കും. ഇനി മറ്റൊരു സെഗ്മെൻ്റായിട്ടുള്ള ജ്വല്ലറി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അവിടെയും ടൈറ്റാൻ അല്ലെങ്കിൽ അതുപോലെ കല്യാൺ ജ്വല്ലേഴ്സ് പോലെയുള്ള സ്റ്റോക്കുകളുണ്ടെങ്കിലും അതുപോലെ വൈഭവ് ഗ്ലോബൽ പോലെയുള്ള സ്റ്റോക്കുകളുണ്ടെങ്കിലും നമുക്ക് കുറച്ചുകൂടി ഫെയർലി വാല്യൂഡ് ആയിട്ട് തോന്നുന്നത് സെൻകോ ഗോൾഡാണ്. ഇതിൻ്റെ ആ ഒരു വാല്യുവേഷൻ നമുക്ക് കുറച്ചുകൂടി റീസണബിളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡസ്ട്രി പീരീഡോട് ഒട്ടി നിൽക്കുന്ന ഒരു വാല്യുവേഷനാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെയുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ. ഇനി റൂറൽ എക്കണോമി ശക്തിപ്പെടുത്താനും ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ മേഖലയിൽ ധാരാളമായിട്ടുള്ള ഫൈനാൻസ് പമ്പ് ചെയ്യേണ്ടതുണ്ട്. അത് ഒരിക്കലും സർക്കാരിന് മാത്രം കഴിയുന്ന ഒരു കാര്യമല്ല. അവിടെ ശക്തമായ ക്രെഡിറ്റ് പെനിട്രേഷൻ ആവശ്യമായി വരും. അതിന് സ്വാഭാവികമായിട്ടും ഈ റൂറൽ മേഖലയിലുള്ള ആളുകൾ സമീപിക്കുന്നത് പൊതുവേ ഈ ഗോൾഡ് ഫിനാൻസ് ഒക്കെ നൽകുന്ന കമ്പനികളെയും കൂടാതെ ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇപ്പോൾ വളർന്നു വരുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കുകളെയും ഈ സമയത്ത് നമുക്ക് ലൈം ലൈറ്റിൽ വരാൻ സാധ്യതയുള്ള ബാങ്കുകളായിരിക്കും. അപ്പോൾ ഗോൾഡ് ഫൈനാൻസ്, അതുപോലെ ഹൗസിംഗ് ഫൈനാൻസ്, അതുപോലെ സ്മോൾ ഫിനാൻസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഗോൾഡ് ഫിനാൻസ് രംഗത്ത് ഏറ്റവും ഒരു മാർക്കറ്റ് ലീഡർ എന്ന് പറയാൻ പറ്റുന്ന മുത്തൂറ്റ് ഫിനാൻസ് ആണ്. മുത്തൂറ്റ് ഫിനാൻസ് തീർച്ചയായും നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിരിക്കും. അതേപോലെ ഈ ഹോം ലോൺ ഫിനാൻസ് രംഗത്ത് നമുക്കിവിടെ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ബാങ്ക് എന്ന് പറയുന്നത് ക്യാൻഫിൻ ഹോംസ് എന്ന് പറയുന്ന കാനറ ബാങ്കിൻ്റെ സബ്സിഡിയറി തീർച്ചയായും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ അടുത്തത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. ഇതും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന സ്റ്റോക്കായിരിക്കും. ഇനി ടൂറിസം ഹോട്ടൽ വ്യവസായങ്ങളിൽ തീർച്ചയായും ഈ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം ഈ അടുത്ത് തന്നെ ലക്ഷദ്വീപ് ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസം ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് സർക്കാർ കാര്യമായി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ രാം മന്ദിർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടൂറിസം സെക്ടറുകളിലുള്ള ഒരു ഗ്രോത്തും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഈസ്മൈ ട്രിപ്പ് പ്ലാനേഴ്സ് എന്ന് പറയുന്ന സ്റ്റോക്ക്, അതേപോലെ ഇന്ത്യൻ ഹോട്ടൽസ് കമ്പനി എന്ന് പറയുന്ന സ്റ്റോക്കുകൾ, ഇതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മേഖല സർക്കാർ ഒഴിവാക്കാൻ സാധ്യതയില്ലാത്തത് ഡിഫൻസ് മേഖലയാണ്. തീർച്ചയായും അതിലൊരു മാർക്കറ്റ് ലീഡറായിട്ടുള്ള HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് നമ്മൾ തീർച്ചയായും വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കായിരിക്കും. ഇനി നമുക്ക് ഏറ്റവും അധികം ഗ്രോത്ത് കാണിക്കുന്ന ഒരു സെക്ടറായിട്ടുള്ള റിന്യൂവബിൾ എനർജി സെക്ടറിൽ പ്രത്യേകിച്ച് സോളാർ റൂഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് NTPC ആണ്, രണ്ടാമത്തത് ടാറ്റ പവറാണ്. കൂടാതെ അദാനി ഗ്രീനും ഒക്കെ ഈ ഒരു മേഖലയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ഈ സ്റ്റോക്കുകളൊന്നും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല.
ഇതൊരു സ്പെക്കുലേഷൻ മാത്രമാണ്. വരാൻ പോകുന്ന ഒരു ബഡ്ജറ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ സ്റ്റോക്കുകളിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളൊരു സ്പെക്കുലേഷനാണ്. തീർച്ചയായും നമ്മൾ ഈ സ്റ്റോക്കുകൾ ഉണ്ടാകുന്ന ചെറിയ മൂവ്മെൻറ്റ് പോലും ചിലപ്പോൾ ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട വൻകിട ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മൂവ് ആയിരിക്കും ഈ സ്റ്റോക്കുകളിൽ വരും ദിവസങ്ങൾ കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും ഈ സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുക. ശക്തമായ മൂവ് ബ്രേക്കൗട്ടൊക്കെ ഈ സ്റ്റോക്കുകൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പ്രത്യേകിച്ച് ഇതൊക്കെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം സാധ്യതകളൊക്കെ ഈ സ്റ്റോക്കുകൾ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് പറയാൻ കഴിയില്ല. പക്ഷേ ആ ഒരു കൃത്യമായൊരു ടാർഗറ്റൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കുകളിലൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.